ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞാൻ ഇന്ന് വന്നേക്കുന്നത് ഒരു ട്രാവലിംഗ് വ്ളോഗായിട്ടാണ്. അപ്പോൾ ഈ സ്ഥലം എവിടെയാണെന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്? സ്ഥലം പത്തനംതിട്ട ജില്ലയിലെ കോന്നി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടുത്തെ ഒരു എക്കോ ടൂറിസ്റ്റ് പ്ലേസ് ആണിത്. മെയിനായിട്ടും എല്ലാവരും ഇവിടെ വന്നത് ആദ്യത്തെ ഫോട്ടോയിൽ കണ്ട പോലെ തന്നെ കുട്ടവഞ്ചി കയറാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞങ്ങൾ കയറാൻ വേണ്ടി തന്നെയാണ് വന്നത്. പക്ഷേ വെള്ളം കുറവായിരുന്നു. അതാണ് ഗൈസ് ഏറ്റവും വലിയ പ്രശ്നമായിപ്പോയത്. അപ്പോൾ ഞങ്ങളിപ്പോൾ വന്നിട്ടുണ്ട്. ഇതാണ് എൻട്രൻസ്. അപ്പോൾ അവിടെ നിന്ന് താഴോട്ട് കിടക്കണം, കണ്ടോ? ആ വഴിയിലൂടെ നമുക്ക് താഴോട്ട് വേണം അങ്ങോട്ടേട്ട് പോവാൻ. അപ്പം ഞങ്ങൾ ഇങ്ങനെ താഴോട്ട് നടന്നു വരികയാണ്. ഇപ്പോൾ വീഡിയോ എടുക്കുന്ന പപ്പയാട്ടോ. അപ്പം ഞാൻ അവിടെ നിന്ന് വന്ന് നേരെ ഫോൺ കൈമാറും, അത് വേറെ കാര്യം. അപ്പോൾ ഞാൻ ആ ദൂരത്ത് നിൽക്കുന്നുണ്ട്, നിങ്ങൾ കണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഈ വഴിയിലൂടെയാണ് ഞങ്ങൾ ഇറങ്ങി വന്നത്. കയറുമ്പോൾ തന്നെ എന്താ പറയുക, അവിടെ വന്നിരിക്കുന്ന ആൾക്കാർക്ക് ഫുഡ് കഴിക്കാനൊക്കെ വേണ്ടിയിട്ടൊരു സ്ഥലമുണ്ട്. അതുപോലെ ഇത് വേനൽക്കാലമല്ലേ, നല്ല ചൂടല്ലേ, അപ്പോൾ ജസ്റ്റ് ചില്ലാവാൻ വേണ്ടിയിട്ട് അവിടെ ഐസ്ക്രീമും ചോക്കോബാറും എല്ലാ കാര്യങ്ങളും കൊണ്ടിട്ടാം. അപ്പോൾ പപ്പ എൻ്റെ കയ്യിലിട്ട് ഫോൺ കൈമാറിയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഞങ്ങൾ വന്നത് ഞാനും പപ്പ, അമ്മ, അമ്മൂസ്, പിന്നെ എൻ്റെ അമ്മയുടെ അനിയനും കൂടെ ആയിട്ടാണ് വന്നത്. അപ്പോൾ അമ്മ വീട്ടിൽ വന്നപ്പം ഞങ്ങൾ ജസ്റ്റ് പുറത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാട്ടോ. സൈഡിലായിട്ട് ഐ ലവ് അടവി എക്കോ ടൂറിസം എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അമ്മ വന്നപ്പോൾ തന്നെ ഊഞ്ഞാലിൽ കയറിയിരിക്കുകയാണ്. അമ്മൂസ് പാവം അവിടെ നോക്കിയിരിക്കുക. സാധാരണ പിള്ളേർക്ക് വേണ്ടിയിട്ട് ആദ്യം ഊഞ്ഞാലാട്ടം കൊടുക്കേണ്ടതാണ്, പക്ഷെ മമ്മി ആയും തന്നെ സ്ഥാനം പിടിച്ചേക്കുക. പപ്പ ആ ദൂരത്തങ്ങോ പോയി. അപ്പോൾ ഇവിടെ എന്താ പറയുക, ആ ടൂറിസ്റ്റ് പ്ലേസിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ വിവരിച്ച് എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ പോവുകയാണ്. ഞങ്ങൾ സത്യം പറഞ്ഞ് ഇവിടെ വെള്ളം ഉണ്ടെന്ന് വിചാരിച്ച് കുളിക്കാനൊക്കെ ഇറങ്ങിയത് കേട്ടോ. അമ്മ ബാഗ് ഇട്ടുകൊണ്ട് കിടക്കണായിട്ടില്ലേ, അതിനകത്ത് ഞങ്ങളുടെ എല്ലാവരുടെയും ഡ്രസ്സാണുള്ളത്. അപ്പോൾ ഈ സൈഡിലോട്ട് നോക്കി ഇവിടെ ഒന്നുമില്ല, നിറയെ എന്താ പറയുക കരിഞ്ഞ ഇലകൾ മാത്രം. അങ്ങനെ നടന്ന് പോയപ്പോഴാണ് കുറേ കുട്ടികൾ അവിടെ ഡാൻസ് ഷൂട്ടിംഗ് ആണെന്ന് തോന്നുന്നു, അറിയില്ല എന്താ സംഭവമെന്ന്. അവിടെ എന്താ പറയുക, കുറേ കുട്ടികൾ പല നമ്മുടെ ഈ ട്രഡീഷണൽ ലുക്കിൽ നിൽക്കണ്ടായിരുന്നു. എല്ലാവരും മേക്കപ്പൊക്കെ ചെയ്തിട്ട് നിൽക്കുക. ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇത് ഓരോ എന്താ പറയുക കൊട്ട കമത്തി വെച്ചേക്കുന്ന സ്ഥലം. ഓരോ തണലത്തും ഓരോ കുട്ടികളിങ്ങനെ ഡാൻസ് ചെയ്യുന്ന വശത്ത് നിൽക്കണമില്ലേ. അവിടെ സൈഡിലായിട്ട് ഡാൻസ് പ്രാക്ടീസ് തന്നെയാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ സംഭവം തന്നെയായിരുന്നു. അപ്പം ഞങ്ങൾ അകത്തോട്ട് കയറിയിട്ടുണ്ട്. കണ്ടോ, വെള്ളമൊക്കെ കുറവാണ്, ആകെ കുറവാണ്. ഇടയ്ക്ക് ഞാൻ അറിയാതെ വന്നു പോയതാണ്, ക്യാമറ അറിയാതെ തിരിഞ്ഞുപോയി. അപ്പോൾ വെള്ളം ഭയങ്കര കുറവാണ്. ചേട്ടൻ പറഞ്ഞു ഇവിടെ നല്ല വെള്ളമായിരിക്കും എന്നാണ്. പക്ഷേ അല്ലാത്ത സമയത്തൊക്കെ നല്ല വെള്ളമാണ്. പക്ഷെ വേനൽക്കാലം ആയതുകൊണ്ട് കുറഞ്ഞിരിക്കുക. ദൂരത്തൊക്കെ കണ്ട് അവിടെ നിറയെ പെബിൾസ് കിടക്കുകയാണ്, വെള്ളമൊന്നും ഇല്ലാതെ വറ്റി കിടക്കുക. അപ്പം ഇവിടെ നിന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. ഓരോ കൊട്ടവഞ്ചിയുടെയൊക്കെ ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചേട്ടൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഇച്ചിരിയും കൂടെ കയറി നടന്നു വന്നു. കാരണം അവിടെ ഡാൻസിൻ്റെ സംഭവം കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞങ്ങളൊന്ന് മാറി നിൽക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ മാറി നിന്നു. ഒരു കാര്യം മറക്കണ്ട, നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്തിട്ട് എല്ലാവരിലായിട്ടും എത്തിച്ചിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം കേട്ടോ. നിങ്ങളും സബ്സ്ക്രൈബ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ. അപ്പം ഞങ്ങളിങ്ങനെ നടന്നു പോവുകയാണ്. അപ്പുറത്ത് ഞാൻ നേരത്തെ കാണിച്ചില്ലായിരുന്നു ഈ വറ്റിക്കിടക്കുന്ന ഒരു സ്ഥലം. ആ വറ്റിക്കിടക്കുന്ന സ്ഥലത്തിലൂടെ ഞങ്ങൾ നടക്കുകയാണ്. എൻ്റെ ഷൂസൊക്കെ നനഞ്ഞു കേട്ടോ. അപ്പുറത്തുനിന്ന് കടന്നു വന്നപ്പോഴത്തേക്കും വെള്ളത്തിലൊക്കെ ചവിട്ടി ഒക്കെയാണ് വന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ തെന്നിയടിച്ച് വീഴേണ്ടിയായിരുന്നു അവിടെ വല്ലയിടത്തും. അപ്പോൾ അമ്മൂസും അമ്മയും അപ്പുറത്തോട്ട് കിടന്നു. ഇങ്ങനെ നടന്നു പോവാണ്. അമ്മൂസും തന്നെ മൈൻഡ് പോലും ചെയ്യുന്നില്ല. എന്താ പറ്റിയതെന്നൊന്നും എനിക്കറിയാൻ പാടില്ല. വെള്ളം കണ്ടിട്ടാണെന്ന് തോന്നുന്നു. നല്ല ചൂടായതുകൊണ്ട് വെള്ളത്തിൽ തന്നെ കാല് വെച്ചുകൊണ്ടിരിക്കുക. പക്ഷെ വെള്ളത്തിനൊന്നും തണുപ്പൊന്നുമില്ല കേട്ടോ. ഈ എന്താ പറയുക, ചൂടുവെള്ളം ആറ്റി വെച്ചേക്കുന്ന ആ ഒരു തണുപ്പില്ലേ, ജസ്റ്റ് അതുപോലെയൊക്കെയാണ് വെള്ളം കിടക്കുന്നത്. അതുകൊണ്ട് അത്ര തണുപ്പൊന്നുമില്ല, നല്ല ചൂടല്ലേ. ഈ ഫോണിൽ അത്ര ചൂട് കാണാൻ പറ്റില്ല, അത്ര വെയിൽ കാണാൻ പറ്റില്ല. പക്ഷെ ശരിക്കും നല്ല പൊള്ളണ വെയിലാട്ടോ. അപ്പം ഇങ്ങനെ നടന്നു പോയിട്ട് ഞാനിങ്ങനെ ബബിൾസൊക്കെ വെറുതെ ഇങ്ങനെ കയറ്റി വെച്ചു. ഇപ്പം എപ്പോഴും എല്ലാവരും വെക്കുന്ന ഇങ്ങനെ ഫോട്ടോ ഒക്കെ വെച്ച് ഇൻസ്റ്റയിലൊക്കെ ഇടുന്നതല്ലേ. അപ്പം ഞാനും ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എടുത്ത് വെച്ചു. എന്നിട്ട് കുറച്ച് നേരം അങ്ങനെ ഇരുന്നിട്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. സത്യം പറഞ്ഞാൽ കൊട്ടവഞ്ചി കയറണം എന്നൊക്കെ പറഞ്ഞു വന്ന ആൾക്കാരാണ് ഞങ്ങൾ. എന്നിട്ട് ഞങ്ങൾ കയറിയില്ല.
അപ്പോൾ ഇതുപോലെ ചാക്ക് ഇങ്ങനെ അടുക്കി അടുക്കി മുമ്പിൽ വെച്ചിട്ടുണ്ട്. അത് ഞാൻ തുടക്കം കാണിക്കാൻ മറന്നുപോയി. അങ്ങനെ നടന്നു പോവാണ്. അപ്പം ഞാൻ കുറച്ച് ഫോട്ടോസ് എടുത്തായിരുന്നു. അതിൻ്റെ ഒരെണ്ണമാണിത്. അതുപോലെ ഞങ്ങൾ ഊഞ്ഞാലിൽ പിന്നെ തിരിച്ചു വന്നപ്പോൾ ആടി അതിൻ്റെ ഒരു ഫോട്ടോ എടുത്തു. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. ഒരു കൊച്ചു വ്ളോഗായിരുന്നു. അപ്പോൾ നിങ്ങളിതുവരെ ഇവിടെ വരാത്ത ആൾക്കാർ വന്നം കോന്നിയിലാണ്. അപ്പോൾ എല്ലാവരും തന്നെ വന്നം. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ടാറ്റാ, ബൈ ബൈ, സീ യു.